Let's talk about Shahi Kabir movies. ഇദ്ദേഹം എഴുതിയ സിനിമകളായാലും ഇദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളായാലും ഒറ്റ നോട്ടത്തിൽ ഗംഭീര സിനിമകളായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അത്രയ്ക്ക് സ്ട്രോങ് ആണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് എന്ന് നിസ്സംശയം പറയാം. അതുപോലെ തന്നെ സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനവും അത്രയും ഗംഭീരമായിരിക്കും. എന്നാൽ ഷാഹി കബീർ എഴുതിയ സിനിമകളെല്ലാം തന്നെ പ്രോബ്ലമാറ്റിക് ആണെന്ന സത്യം നമുക്ക് ഒരിക്കലും തിരസ്കരിക്കാൻ കഴിയില്ല. അദ്ദേഹം എഴുതിയ ആദ്യ സിനിമയായ ജോസഫ് അവയവ കടത്താണ് വിഷയമാക്കിയിരിക്കുന്നത്. കേരളത്തിൽ ഓർഗൻ ഡൊണേഷൻ നൽകാനായി സൈൻ ചെയ്തവരെ എങ്ങനെ കൊന്ന് അവരുടെ അവയവം എടുത്ത് എങ്ങനെ വിൽക്കുന്നു എന്നൊക്കെയാണ് ആ സിനിമ പറയുന്നത്. പക്ഷെ അതാണോ ഇവിടുത്തെ റിയാലിറ്റി? ഒരിക്കലുമല്ല. ഷാഹി കബീർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, താൻ അങ്ങനെ എഴുതിയത് കൊണ്ടാണ് ആൾക്കാർ അത് വിശ്വസിച്ചത്, അങ്ങനെയൊന്നും ഒരിടത്തും നടക്കുന്നില്ല എന്ന്. നമ്മുടെ സൊസൈറ്റിയിൽ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായിരുന്നു? ജോസഫ് എന്ന സിനിമ ഇറങ്ങിയ ശേഷം ഓർഗൻ ഡൊണേഷൻ നൽകുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വലിയ ഇടിവ് തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് മെഡിക്കൽ ഫീൽഡിലുള്ള എക്സ്പേർട്സ് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ജോസഫ് എന്ന് പറഞ്ഞൊരു സിനിമ നമ്മളുടെ ഓർഗൻ ഡൊണേഷനെ വളരെയധികം ഡാമേജ് ചെയ്തിട്ടുണ്ട്. ആശുപത്രിക്കാർ ആർട്ടിഫിഷ്യലായിട്ട് ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഓർഗൻ മോഷ്ടിക്കുന്നതായിട്ടുള്ള കഥകൾ. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഇമ്പാക്ട് അത്രത്തോളമാണ് ഈ സൊസൈറ്റിയിൽ. ഒരുപക്ഷെ ഒമർ ലുലുവിനെ പോലൊരു സംവിധായകൻ ഇത് ചെയ്താൽ ഈ ഇമ്പാക്ട് സൊസൈറ്റിയിൽ ഉണ്ടാകത്തില്ല. പക്ഷേ ദീർഘകാലം പോലീസ് സർവീസിൽ ഇരുന്ന ഷാഹി കബീർ എഴുതുമ്പോൾ അതിന്റെ ഇമ്പാക്ട് ഈ സൊസൈറ്റിയിൽ വേറെ തന്നെയാണ്. ഇനി ഇദ്ദേഹം എഴുതിയ രണ്ടാമത്തെ സിനിമയായ നായാട്ടിലേക്ക് വരാം. അതിലെ പ്രധാന പ്രശ്നങ്ങൾ 3 ദളിത് വിരുദ്ധത, പോലീസ് ബ്രൂട്ടാലിറ്റി വെളുപ്പിക്കൽ, പിന്നെ സ്റ്റീരിയോ ടൈപ്പിംഗ്. അതിൽ ദളിത് കഥാപാത്രമായ ഒരാൾ പറയുന്ന ഡയലോഗുണ്ട്, കുനിഞ്ഞു നിന്ന കാലമൊക്കെ മാറി സാറേ എന്ന്. എന്ത് ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. പക്ഷേ ഇതിവിടെ പറയിച്ചിരിക്കുന്നത് ആരെ കൊണ്ടാണ്? പക്ക ക്രിമിനൽ എന്ന് നമ്മുടെ മുൻപിലേക്ക് ക്യാരക്ടറൈസ് ചെയ്ത ഒരു കഥാപാത്രത്തിനെ കൊണ്ടാണ് ഇത് പറയിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കഥാപാത്രത്തെ കൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് പറയിച്ചതിലൂടെ ഷാഹി കബീർ എന്താണ് ഉദ്ദേശിച്ചത്? ദളിതർ എംപവേർഡ് ആയാൽ അവർ അൺകൺട്രോളബിൾ ആയ ഒരു ക്രിമിനൽ ഹബ്ബായി മാറുമെന്നാണ് ഷാഹി കബീർ ഉദ്ദേശിക്കുന്നത്. 50,000-ലധികം ദളിത് വോട്ടുകളുണ്ടായി അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്ന കേരളത്തിലെ ആ നിയോജക മണ്ഡലം ഏതാണ്? ഈ സിനിമയിലേതുപോലെ ഏത് ദളിത് സംഘടനയ്ക്കാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് വിലപേശി എഞ്ചിനീയറിംഗ് കോളേജൊക്കെ വാങ്ങിച്ചെടുക്കാൻ കഴിയുന്നത്? എന്നാണ് ഒരു ദളിത് സംഘടനയെ പേടിച്ച് പോലീസ് സ്റ്റേഷൻ പൂട്ടിവെക്കേണ്ടി വന്നത്? ഉത്തരമില്ല. ദളിത് വിരുദ്ധതയ്ക്ക് ശേഷം പോലീസ് അട്രോസിറ്റി വെളുപ്പിക്കലാണ് നായാട്ട് ചെയ്യുന്നത്. അറിയാതെ കുറ്റം ചെയ്ത പോലീസുകാരൻ സിസ്റ്റം അവനെ വേട്ടയാടുന്നത് കൊണ്ട് ഒളിവിൽ പോകുന്നു. അവസാനം നിവൃത്തിയില്ലാതെ അയാൾ തൂങ്ങി മരിക്കുന്നു. ഇതാണ് നായാട്ടിൽ പിന്നീട് പറയുന്നത്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. പക്ഷെ എന്തായിരുന്നു വിഷയം? 2018 തിരുവനന്തപുരത്തെ കല്ലമ്പലം എന്നൊരു സ്ഥലത്ത് വെച്ച് സനൽ എന്നൊരു 32 വയസ്സുകാരനായ മനുഷ്യനെ ഒരു പോലീസുകാരൻ റോഡിലേക്ക് തള്ളിവിട്ടു. റോഡിലൂടെ ചീറിപ്പാഞ്ഞു വന്ന വാഹനം കയറി അയാൾ മരിക്കുകയും ചെയ്തു. റോഡിൽ വെച്ചുകൊണ്ടൊരു തർക്കത്തിന്റെ പേരിലാണ് പോലീസുകാരൻ ഇങ്ങനെ ചെയ്തത്. കണ്ടുനിന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞത് വണ്ടി വരുന്നത് കണ്ടിട്ട് മനഃപൂർവ്വം തള്ളിവിട്ടതാണെന്നാണ്. ഈ കൊലപാതകത്തിന് ഉത്തരവാദിയായ DOSP ഹരികുമാർ പിന്നീട് ഒളിവിൽ പോവുകയും അയാൾക്ക് വേണ്ടി കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അന്വേഷണം നടക്കുകയും ചെയ്തു. അവസാനം പിടിക്കപ്പെടുമെന്നായപ്പോൾ ഹരികുമാർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ സംഭവത്തെ എന്ത് മനോഹരമായാണ് ഷാഹി കബീർ മാറ്റിയിരിക്കുന്നത്. അടുത്ത അദ്ദേഹത്തിന്റെ സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇതിൽ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയത്തില്ല. ചാക്കോച്ചന്റെ ക്യാരക്ടർ റംസാനെ കൊല്ലുന്ന സീൻ. അതുപോലെ രംഗം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുള്ളത് ജോർജ് ഫ്ലോയിഡ് എന്നൊരു മനുഷ്യൻ 2 വൈറ്റ് സുപ്രീമിസ്റ്റുകളായ പോലീസുകാരുടെ കാലിനടിയിൽ ഞെരുങ്ങി അമർന്ന് മരിക്കുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെ മരിക്കുന്ന കഥാപാത്രത്തോട് നമുക്ക് എന്തെങ്കിലും എമ്പതി തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ആ സീൻ തന്നെ സ്റ്റേജ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അടുത്തത് ഈ സിനിമയിലത് സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. കഞ്ചാവ് ഉപയോഗിക്കുന്നവർ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, പേവേർഡ്സ് ആയ ആളുകൾ എന്നിവർക്ക് നമ്മുടെ സമൂഹവും സിനിമകളും കൽപ്പിച്ചിട്ടുള്ള ഒരു രൂപമുണ്ട്. ആ സ്റ്റീരിയോ ടൈപ്പിനെ ഊട്ടി ഉറപ്പിക്കുകയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ വില്ലന്മാരുടെ വേഷം. അതിനൊപ്പം തന്നെ ബാംഗ്ലൂർ പോയാൽ കുട്ടികളെല്ലാം നശിച്ചു പോകുമെന്ന അമ്മാവൻ മൈൻഡ് സെറ്റും ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. റോന്ത് എന്ന സിനിമയിൽ വന്നാൽ ക്രൂരമായ മർദ്ദനമേറ്റ് മരിച്ച ദളിത് യുവാവ് കെവിൻ മരിച്ചത് മർദ്ദനമേറ്റല്ല. അവൻ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ കാല് തെന്നി താഴെ വീഴുകയും തല കല്ലിലിടിച്ചുമാണ് മരിച്ചതെന്ന കൾപ്രിറ്റ്സിന്റെ നറേറ്റീവാണ് ഷാഹി കബീർ ഇവിടെ എടുത്തിരിക്കുന്നത്. പോലീസുകാരെ വെളുപ്പിക്കുന്ന ഒരു സൈഡിലിരിക്കട്ടെ, ഇത്തരം ജാതി വെറിയന്മാരെയും സാമൂഹിക വിരുദ്ധന്മാരെയും എന്തടിസ്ഥാനത്തിലാണ് ഷാഹി കബീർ വെളുപ്പിക്കുന്നത്? ഷാഹി കബീറിന്റെ സിനിമകളുടെ പ്രത്യേകത എന്തെന്നാൽ ആദ്യം ആ കഥാപാത്രങ്ങളെ ഇമോഷണലി നമ്മുടെ ഉള്ളിലേക്ക് വയ്ക്കും. അതിനുശേഷമാണ് റിഗ്രസീവായ കാര്യങ്ങൾ ആ സിനിമയിൽ വരുന്നത്. ആ കഥാപാത്രം നമ്മോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ആ റിഗ്രസീവായ കാര്യങ്ങളൊന്നും തെറ്റല്ല എന്ന ചിന്തയിലായിരിക്കും സിനിമ മുഴുവൻ നമ്മൾ കാണുന്നത് തന്നെ. മറ്റൊന്നും നമ്മൾ ചിന്തിക്കുക പോലുമില്ല. ബർത്ത് ഓഫ് ദി നേഷൻ എന്നൊരു ഹോളിവുഡ് സിനിമയുണ്ട്. 1915 പുറത്തിറങ്ങിയ മേക്കിംഗ് കൊണ്ടും
പല ടെക്നിക്കൽ ആസ്പെക്ട് കൊണ്ടും മികവ് പുലർത്തുന്ന ഒരു ചിത്രം. ഒറ്റ നോട്ടത്തിൽ അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് അക്കാലത്ത് നമുക്ക് തോന്നിയിരിക്കും. കാരണം കറുത്ത വർഗ്ഗക്കാർക്ക് മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള സ്റ്റീരിയോ ടൈപ്പുകളെല്ലാം വളരെ വിശ്വസനീയമായ രീതിയിലാണ് ആ ചിത്രത്തിൽ കാണിക്കുന്നത്. എന്തിനേറെ കൂ ക്ലക്സ് ക്ലാൻ എന്ന സംഘത്തെ ഹീറോയിക്കായിട്ടാണ് ആ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. കറുത്ത വർഗ്ഗക്കാരെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു സംഘം. ബർത്ത് ഓഫ് നേഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മറ്റൊരു വീഡിയോ തന്നെ വേണ്ടിവരും. ബർത്ത് ഓഫ് നേഷൻ പോലെയുള്ള പ്രൊപ്പഗാൻഡകളാണ് ഷാഹി കബീറിന്റെ സിനിമകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അറിയാതെ വരുന്നതാണോ എന്നൊന്നും എനിക്കറിയാം. ഇനി അദ്ദേഹം അറിയാതെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ സൊസൈറ്റിയിൽ അത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സിനിമാക്കാരനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ എഴുത്തിൽ അദ്ദേഹം ഇനിയും ശ്രദ്ധിക്കണം. അല്ല മനഃപൂർവ്വമാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ കൂടുതലൊന്നും പറയാനില്ല.